ഹായ് വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറാണ്. അതായത് ഫെബ്രുവരി 2020 നടന്ന സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഫെബ്രുവരി 2020 കേട്ടോ. അന്ന് നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഒരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when a stimulus similar to the conditional stimulus also elicits a response is the theory developed by. അതായത് ഒരു കണ്ടീഷണൽ സ്റ്റിമുലസ് അല്ലേ, കണ്ടീഷണൽ സ്റ്റിമുലസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഒരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് കണ്ടീഷണൽ സ്റ്റിമുലസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഒരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അരിസ്റ്റോട്ടിൽ, ഇവാൻ പാവ്ലോ, പ്ലേറ്റോ, നൺ ഓഫ് ദ എബവ്. എന്താണ് ആൻസർ? ഇവാൻ പാവ്ലോ ആണ് അല്ലേ. നമുക്കറിയാം ബിഹേവിയറിസത്തിൻ്റെ ഒരു മെയിൻ വക്താവാണ് ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്നത്. അതുപോലെ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാണ്? യെസ്, ഇവാൻ പാവ്ലോവിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവാൻ പാവ്ലോവ് ആണ് മറ്റേ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലസ്, കണ്ടീഷണൽ സ്റ്റിമുലസ്, അതിൻ്റെ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യുന്ന കുറേ ഡോഗിനെ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയത് ഇവാൻ പാവ്ലോവ് ആണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റും അതിൽ കണ്ടീഷനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓരോ സ്റ്റിമുലസ്, റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻ സ്റ്റിമുലസ്, അതൊക്കെ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇവാൻ പാവ്ലോവ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെവൽസ് ഓഫ് ആസ്പിരേഷൻ റിഫേഴ്സ് ടു. അതായത് ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിലാഷം അല്ലേ. അപ്പോൾ ഈ അഭിലാഷത്തിൻ്റെ ലെവല് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, വെയർ ആൻഡ് ഹൗ ഫാർ ഇൻഡിവിജ്വൽ സെറ്റ് ഗോൾസ് ഫോർ ഇമാൻസിപ്പേഷൻ. Second option, where and how far individuals determines their destiny. Third option, where and how far individuals set their targets for achievement. Fourth option, where and how far individuals set goals for attain learning outcomes. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? അതായത് ആസ്പിരേഷൻ്റെ ലെവൽ റിഫർ ചെയ്യുന്ന എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് വെയർ ആൻഡ് ഹൗ ഫാർ ഇൻഡിവിജ്വൽസ് സെറ്റ് ദ ടാർഗറ്റ്സ് ഫോർ അച്ചീവ്മെൻറ്റ്. അതായത് അച്ചീവ്മെൻറ്റ് ജീവിതത്തിലെ ലക്ഷ്യം നേടാനായിട്ടായിരിക്കണം അല്ലേ. അതായത് ജീവിതത്തിലെ ലക്ഷ്യം നേടുക എന്നുള്ള ഒരു ടാർഗറ്റ്, അതാണ് ഓരോരുത്തർക്കും വേണ്ട. അപ്പോൾ അതാണ് ലെവൽ ഓഫ് ആസ്പിരേഷൻ സൂചിപ്പിക്കുന്നത്. അതായത് അച്ചീവ്മെൻറ്റ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ലക്ഷ്യം നേടുക എന്നുള്ളതായിരിക്കണം ആസ്പിരേഷൻ്റെ ലെവൽ റിഫർ ചെയ്യേണ്ടത്. ഓക്കെ, so third question, learners prior knowledge assessment will a teacher to choose. അതായത് കുട്ടികളുടെ മുന്നറിവ് അല്ലേ, കുട്ടികൾക്ക് ഒരു മുന്നറിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റിന് ടീച്ചർ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? നീഡ് ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ്, റൈറ്റ് ബേസ്ഡ് ഗ്യാതറിങ്സ്, പ്ലാൻ ഫോർ ഗ്രൂപ്പ് അസൈൻമെൻറ്റ്സ്, ഗൈഡ് ലൈൻസ് ഫോർ റെഫറൻസ്. എന്താണ്? നീഡ് ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും അല്ലെ. ആവശ്യത്തിനനുസരിച്ച് നീഡ് ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും അവിടെ ടീച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so fourth question, which of the following is not a projective test? projective test അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് projective test എന്താണെന്ന് നോക്കാം. എന്താണ് projective test അല്ലെങ്കിൽ projective ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. അതായത് ചിത്രങ്ങൾ, പ്രസ്താവനകൾ, മറ്റു രൂപങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, മനോഭാവങ്ങൾ, ആശയങ്ങൾ എന്നിവ പുറത്ത് കൊണ്ടുവരുന്ന രീതിയാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്
നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് ഈ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഓപ്ഷൻ ബി, സി, ഡി, അതായത് റോഷൻസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഇതെല്ലാം എന്താണ്, ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റിന് ഉദാഹരണമാണ്. ഓക്കെ, ബാക്കി ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, അത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ല. മനസ്സിലായോ? അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റിന് ഉദാഹരണങ്ങളാണ് ബാക്കിയുള്ളത്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ചിത്രങ്ങൾ, പ്രസ്താവനകൾ, മറ്റു രൂപങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, മനോഭാവങ്ങൾ, ആശയങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരുന്ന രീതിയാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഈ ഹെർമൻ റോഷക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ റോഷാക്സ് ഇൻ ബ്ലോക്ക് ടെസ്റ്റ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അതുപോലെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതും ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, കാറ്റ്, കാറ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് തന്നെയാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ളൊരു സൂചനയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഭാവിയിൽ നമ്മൾ എന്താവും, നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു പ്രാക്ടീസൊക്കെ കൊണ്ട് നമ്മൾ ഭാവിയിൽ എന്താകും, അതാണ് ഈ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിയിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന പരിശീലനം കൊണ്ട് നമ്മൾ ഭാവിയിൽ എന്താകും എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യാലിറ്റി മെഷർ ചെയ്യണ്ടേ, അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭാവിയിൽ ഉണ്ടാകുന്ന നിർദ്ദിഷ്ട സിദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അളക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റ് എന്ന് പറയും, SAT സാറ്റ്, സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. രണ്ടാമത്തത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, DAT, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ബാക്കി 3 ഓപ്ഷനും എന്താണ്, ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 5th question, which method of teaching among the following does assure maximum involvement of the learner? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ലേണറിൻ്റെ മാക്സിമം ഇൻവോൾവ്മെൻറ്റ് അഷ്വർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഏതാണ്? ഓക്കെ, അപ്പോൾ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ലെക്ചർ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രോജക്റ്റ്. അപ്പോൾ ഒരു ലേണറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ലേണറിൻ്റെ മാക്സിമം ഇൻവോൾവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? യെസ്, പ്രോജക്റ്റ് മെത്തേഡ് ആണ്. അപ്പോൾ പ്രോജക്റ്റ് മെത്തേഡ് ഓർത്തിരിക്കുക. ഒരു ലേണറിൻ്റെ മാക്സിമം ഇൻവോൾവ്മെൻറ്റ് അഷ്വർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 6th question, ചെയർമാൻ ഓഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഈസ്, അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ജനറൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ് കേട്ടോ. ചീഫ് മിനിസ്റ്റർ ആണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ചെയർമാൻ. ചീഫ് മിനിസ്റ്റർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 7th question, John, a 9th standard student, has a complaint on the scores that he scored in a subject. He argues that he deserves better score and only because of the teacher's personal reasons he lost it. Suppose you are the teacher, how do you tackle these issues? ഓക്കെ, അപ്പോൾ ജോൺ എന്ന് പറയുന്ന ഒരു 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് അവരുടെ സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞു പോയി. അപ്പോൾ ടീച്ചറായിട്ട് ആർഗ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങളാണ് ആ ഒരു കേസിൽ നിങ്ങളാണ് എങ്കിൽ എങ്ങനെ ഈ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യും എന്നാണ്
ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇഷ്യൂവിനെ നിങ്ങൾ എങ്ങനെ എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. മേക്ക് ഇറ്റ് ക്ലിയർ ഫ്രം ബിഗിനിങ് എക്സാക്ട്ലി വാട്ട് യു എക്സ്പെക്ട് ഇൻ പേർപ്പസ് ഓർ ടെസ്റ്റ്. Second option, argue him on the teacher's ethics and try to make him believe your integrity. Third one, tell him to hand over the complaint to higher authority. Fourth one, give more score after revaluing the answer. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്, മേക്ക് ഇറ്റ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ് എക്സാക്ട്ലി വാട്ട് യു എക്സ്പെക്ട് ഇൻ പേപ്പേഴ്സ് ഓർ ടെസ്റ്റ്. അതായത് തുടക്കം മുതലേ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതെന്ന് ക്ലിയർ ചെയ്യാൻ പറയാം. അപ്പോൾ അത് ആണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 8th question, which of the following is not a stage of moral development proposed by Kohlberg? Kohlberg propose ചെയ്ത moral developmentൽ വരുന്ന സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ബി കൺവെൻഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ബി ഡി ഒന്ന് നോക്കുക, ഒരേപോലെ തന്നെയാണ് അല്ലേ, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. അപ്പോൾ അത് മൂന്നും കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജുകളാണ്. അതുപോലെ അതായത് ലെവൽ 1 എന്ന് പറയുന്നതാണ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ലെവൽ 1, അതായത് 4 തൊട്ട് 10 ഇയേഴ്സ് വരെയുള്ള കുട്ടികളിലുള്ള മോറൽ ഡെവലപ്മെന്റ് ആണ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, 4 to 10 ഇയേഴ്സിൽ. അതിനുശേഷമാണ് കൺവെൻഷണൽ സ്റ്റേജ് വരുന്നത്. കൺവെൻഷണൽ സ്റ്റേജ് എന്ന് വെച്ചാൽ 10 to 13 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു മോറൽ ഡെവലപ്മെന്റും കാര്യങ്ങളുമാണ് അതിൽ പറയുന്നത്. കൺവെൻഷണൽ സ്റ്റേജ് 10 to 13 ഇയേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ലാസ്റ്റ് വരുന്നതാണ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, അതായത് ആഫ്റ്റർ 13 ഇയേഴ്സ്, 13 വയസ്സിന് ശേഷം വരുന്ന മോറൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലും വരുന്നത്. ഓക്കെ, ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആരുടെയാണ്, അത് ജീൻ പിയാഷയുടെ ആണെന്ന് ഓർത്തിരിക്കുക. ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണ്, സ്റ്റേജിൽ ഒന്നാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഏതൊക്കെയാണ് ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ്? ഫസ്റ്റ് വൺ സെൻസറി മോട്ടോ സ്റ്റേജ്. സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വർഷം, ഓക്കെ, കുട്ടികൾ ജനിച്ച ആദ്യത്തെ 2 ഇയേഴ്സിൽ വരുന്നതാണ് സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത്, അതായത് 2 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ, 2 to 7 ഇയേഴ്സിനിടയിലുള്ളതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് വെച്ചാൽ 7 to 11 ഇയേഴ്സ് വരെയാണ്. ഓക്കെ, അതിനുശേഷം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരുന്നു. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ 11 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇത്രയും എന്താണ്, അതായത് ഈ സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഇതെല്ലാം ആരുടെയാണ്? ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 9th question, diagnostic evaluation strategies are used to assess. അതായത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് എന്ത് അസസ് ചെയ്യാനായിട്ടാണ്? ഫസ്റ്റ് ഓപ്ഷൻ, ലേണിംഗ് പ്രോഗ്രസ് ആൻഡ് ഫെയിലിയേഴ്സ് ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, ലെവൽസ് ഓഫ് അച്ചീവ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് എ ക്ലാസ്, performance level at the beginning of the class, causes and remedies of persistent learning problems during the course of a class. Okay, അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യുക അല്ലേ, എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും? യെസ്, ഓപ്ഷൻ ഡി, അതായത് കോസസ് ആൻഡ് റെമഡീസ് ഓഫ് പെർസിസ്റ്റന്റ് ലേണിംഗ് പ്രോബ്ലംസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എ ക്ലാസ്. അപ്പോൾ അതായത് എന്താണ് അവിടുത്തെ കാരണങ്ങൾ, എന്താണ് അതിൻ്റെ റെമഡീസ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന എവിടെയാണ്? കോസസ് ആൻഡ് റെമഡീസ് ഓഫ് പെർസിസ്റ്റന്റ് ലേണിംഗ് പ്രോബ്ലംസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എ ക്ലാസ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 10th question, according to the cognitive development theorist, the child can understand the basic principles of causal thinking and scientific experimentation in a period of
ഏത് പീരീഡിലാണ് ഈ ഒരു കാര്യം അതായത് കുട്ടികളിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കോസൽ തിങ്കിങ് ആൻഡ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റേഷൻ, അതിൻ്റെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏത് പീരീഡിലാണ്? ഓക്കെ, അപ്പോൾ ഇൻഫാൻസിയിലാണോ, ഏർലി അഡോളസൻസിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷൻസിലാണോ, ലേറ്റർ അഡോളസൻസിലാണോ? എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, ഏർലി അഡോളസൻസിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 11th question. Oleena dominates in brainstorm sessions. Most probably you feel certain interruptions as an intolerable nuisance. How do you deal the situation? അപ്പോൾ ഒലീന എന്ന് പറയുന്ന കുട്ടി ബ്രെയിൻസ്റ്റോം സെഷനിൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്യുന്നു, ഇൻട്രപ്ഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ടേക്ക് ഇറ്റ് ഈസി ആൻഡ് ഡോണ്ട് മൈൻഡ് ഹെർ കമൻറ്റ്സ് ഓർ ക്വറീസ്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഓപ്ഷൻ ബി എന്താണ്? ആസ്ക് അതർ സ്റ്റുഡൻസ് ടു കമൻറ്റ് ഓൺ ഹെർ ഐഡിയാസ് ആൻഡ് ടു പ്രപ്പോസ് ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്. അത് ചെയ്യാം. സി എന്താണ്? ഫേംലി ascertain her to keep silence. അതും പറ്റത്തില്ല. ഓപ്ഷൻ ഡി, മേക്ക് എ പേഴ്സണൽ റിക്വസ്റ്റ് ടു ഡോണ്ട് ഡിസ്റ്റർബ്. അതും പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് അവൾ പറയുന്ന കമൻസിനെ പറ്റി ബാക്കിയുള്ള കുട്ടികളോട് അവരുടെ ഐഡിയ ചോദിക്കാം, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അതായത് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ. 12th question. The best way to nourish critical thinking in a classroom environment. ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ ക്രിട്ടിക്കൽ തിങ്കിങ് നറിഷ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേ എന്താണ്? ബിഹേവിയറിസം. ഓപ്ഷൻ ബി, ക്രിട്ടിക്കൽ പെഡഗോജി. ഓപ്ഷൻ സി, മാക്നോ പെഡഗോജി. ഓപ്ഷൻ ഡി, സെൽഫ് സസ്റ്റെയിനിങ്. എന്താണ് ആൻസർ? ക്രിട്ടിക്കൽ പെഡഗോജിയാണ്. അതായത് ക്ലാസ്സിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നറിഷ് ചെയ്യാനായിട്ട് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോജി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 13th question. Individual education and care plan designed for differently abled children will help to. അതായത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ അതുപോലെ കെയർ പ്ലാൻ, അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ, മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റി. ഓപ്ഷൻ ബി, മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി. Option C, scaffold children to attain highest scores. Option D, scaffold children to attain daily living skills. എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ, സ്കഫോൾഡ് ചിൽഡ്രൻ ടു അറ്റെയിൻ ഡെയിലി ലിവിങ് സ്കിൽസ്. അപ്പോൾ ആ ഡെയിലി ലിവിങ് സ്കിൽസ് അറ്റെയിൻ ചെയ്യാനായിട്ട് കുട്ടികളെ സ്കഫോൾഡ് ചെയ്യുന്നതായിരിക്കും ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ അതുപോലെ കെയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ. 14th question. Computer assisted instructional strategies are footing on. എന്തായിരിക്കും? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ഫൂട്ടിംഗ് ഓൺ എന്തിലായിരിക്കും? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണോ, ഓപ്പറൻ കണ്ടീഷനിങ്ങിലാണോ, സിറ്റുവേഷണൽ കണ്ടീഷനിങ്ങിലാണോ, ടെക്നോ ഫ്രണ്ട്ലി കണ്ടീഷനിങ്ങിലാണോ? ഓപ്പറൻ കണ്ടീഷനിങ്ങിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ഫൂട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ കണ്ടീഷനിങ്ങിനാണെന്ന് ഓർത്തിരിക്കുക. 15th question. Home based education is recommended for those children who are. അതായത് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള കുട്ടികൾക്കാണ്? ഓപ്ഷൻ എ, ബെഡ് റിഡൻ. ഓപ്ഷൻ ബി, ഇംപ്രിസൻഡ്. ഓപ്ഷൻ സി, ബോർഡ്. ഓപ്ഷൻ ഡി, അബ്യൂസ്ഡ്. എങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്? ബെഡ് റിഡൻ ആയിട്ടുള്ള, അതായത് കിടപ്പിലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 16th question. One of the major barriers for successful inclusive education. Inclusive education വെച്ചാൽ സമന്വയ വിദ്യാഭ്യാസം. അപ്പോൾ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സക്സസ്ഫുള്ളിനുള്ള അതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ബാരിയർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്, ലാക്ക് ഓഫ് സ്റ്റുഡൻറ് റെഡിനെസ്. Option C, lack of parents' readiness to send children to school. Option D, inappropriate classroom environment. എന്താണ്? ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ. ഒരു സക്സസ്ഫുൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് മെയിൻ ആയിട്ടൊരു ബാരിയർ വരുന്നത് എന്താണ്? ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ. 17th question. An Indian model of education proclaims that knowledge and work are not separate as its basic principle. Which is the model? അതായത് നമ്മുടെ ഇന്ത്യൻ മോഡൽ എഡ്യൂക്കേഷനിൽ ഏതോ ഒരു ഇന്ത്യൻ മോഡൽ എഡ്യൂക്കേഷനിൽ പറയുന്നുണ്ട് നോളേജും വർക്കും
എന്താണ് സെപ്പറേറ്റഡ് അല്ല. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നും നോളജും വർക്കും എന്താണ് സെപ്പറേറ്റഡ് അല്ല, അവർ ഒന്നാണ്. അപ്പോൾ അതേത് ഇന്ത്യൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷനിലാണ് അങ്ങനെ പറയുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നൈൻത് അലീം, ഓപ്ഷൻ ബി നളന്ദ, ഓപ്ഷൻ സി വിശ്വഭാരതി, ഓപ്ഷൻ ഡി തക്ഷശില. ഏതാണ്? നൈൻത് അലീമാണ് അല്ലേ? നൈൻത് അലീമിലാണ് അങ്ങനെ പറയുന്നത്. നോളജും വർക്കും, അതായത് അറിവും ജോലിയും എന്ന് പറയുന്ന സെപ്പറേറ്റഡ് അല്ല, അത് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് അത് സെപ്പറേറ്റഡ് അല്ല എന്ന് പറയുന്നത് നൈൻത് അലീമിലാണ്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ നൈൻത് അലീം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ മോഡൽ കൊണ്ടുവന്നത് ഗാന്ധിജിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. മഹാത്മാ ഗാന്ധിജി പ്രപ്പോസ് ചെയ്ത ഒരു ഇന്ത്യൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷനാണ് നൈൻത് അലീം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 18th question, effective way of communication in classroom teaching. അപ്പോൾ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് വേ എന്താണ്? സർക്കുലർ, ലീനിയർ, ബ്രാഞ്ച്ഡ്, റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റെസിപ്രോക്കൽ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് ഓർത്തിരിക്കുക. 19th question, curriculum should foster the development of problem-solving skills through the process of inquiry and discovery. Who is behind this advocacy? അപ്പോൾ അതായത് കരിക്കുലം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കണം അല്ലേ? അത് എന്തിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന? പ്രോസസ് ഓഫ് എൻക്വയറി ആൻഡ് ഡിസ്കവറി. എൻക്വയറി ആൻഡ് ഡിസ്കവറി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കണം കരിക്കുലം. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ, സിഗ്മണ്ട് ഫ്രോയിഡ്, കർട്ട് ലിവിൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ജെറോം എസ് ബ്രൂണർ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ. Last question, why does a teacher use learning aids? എന്തിനാണ് ടീച്ചേഴ്സ് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്? മേക്ക് ദ ക്ലാസ് കളർഫുൾ ആണോ? അതിനാണോ? ഓപ്ഷൻ ബി നോക്കാം. ഒപ്റ്റിമൈസ് അറ്റൈൻമെന്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. അതിനാണോ? ഒപ്റ്റിമൈസ് അറ്റൈൻമെന്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കംസിന്റെ ആ ഒരു അറ്റൈൻമെന്റ് ലെവൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ. അതിനാണോ? അവോയ്ഡ് ട്രാൻസ്മിഷൻ ലോസ്. ട്രാൻസ്മിഷൻ ലോസ് അവോയ്ഡ് ചെയ്യാനാണോ? ഓപ്ഷൻ ഡി എൻകറേജ് ദ ടീച്ചർ ബൈ എലിമിനേറ്റിംഗ് സ്റ്റേജ് ഫ്രൈറ്റ്. അതായത് ടീച്ചറിന്റെ ആ ഒരു സ്റ്റേജ് ഭയം അത് എലിമിനേറ്റ് ചെയ്യാനാണോ? അപ്പോൾ ഇതിലേതാണ് ആൻസർ വരുന്നത്? ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ടീച്ചർ ലേണിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമൈസ് അറ്റൈൻമെന്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. ലേണിംഗ് ഔട്ട്കംസിന്റെ ആ ഒരു അറ്റൈൻമെന്റ് ലെവൽ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടാണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒപ്റ്റിമൈസ് അറ്റൈൻമെന്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കം. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സൈക്കോളജി ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫെബ്രുവരി 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.